ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ സത്യസന്ധതയുടെ വിജയം ഉണ്ടാവാൻ പോവുകയാണ്. അതായത് നിങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിലാണ് നിന്നത്, അസത്യത്തിൻ്റെ മാർഗത്തിൽ നിന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സത്യസന്ധത വിജയിക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ചാണ് റീഡിംഗ് പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് നേരെ ന്യായം സംഭവിക്കാൻ പോവുകയാണ്. വലിയൊരു ന്യായമാണ് നിങ്ങൾക്ക് നേരെ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ സത്യം വിജയിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലോയലിറ്റിയിൽ ഭയങ്കര അധികം വിശ്വാസമാണ്, കോൺഫിഡൻ്റ് ആണ് നിങ്ങൾ. കാരണം ഏത് മോശം സാഹചര്യമായാലും നിങ്ങൾ ലോയലിറ്റി ഒരിക്കലും വിട്ടുകളയത്തില്ല. എൻ്റെ ലോയലിറ്റി എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാൻ സത്യത്തെ മാർഗം മാത്രമേ സ്വീകരിക്കുള്ളൂ, മോശ മാർഗം ഒരിക്കലും സ്വീകരിക്കത്തില്ല, സത്യം തന്നെ ലാസ്റ്റ് വിജയിക്കും എന്നുള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വളരെ ലോയലായിട്ടുള്ളൊരു വ്യക്തിയാണ്. കുറേ നാളായിട്ട് ഈ ഒരു ന്യായം ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ച ആളാണ് നിങ്ങൾ. ആ ഒരു ന്യായമാണ് ഇപ്പോൾ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത്. സത്യത്തിൻ്റെ വിജയം സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഓരോ കാര്യത്തിനോടും ഓരോ വ്യക്തിയോടും ഭയങ്കരമായിട്ടൊരു ആത്മാർത്ഥതയുണ്ട്, സത്യസന്ധമായിട്ടുള്ളൊരു ആത്മാർത്ഥത. കപട സ്നേഹവും അങ്ങനെ ഒരിതും നിങ്ങൾക്കില്ല. എന്ത് പറയുന്നുണ്ടെങ്കിലും തുറന്ന് മുഖത്ത് നോക്കി പറയും, അല്ലാതെ പോളിഷ് ചെയ്ത് സംസാരിക്കാനോ അങ്ങനെ നിങ്ങൾക്കറിയത്തില്ല. പക്ഷേ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങൾ നേരിട്ടു. പക്ഷേ നിങ്ങൾ ആ ഒരു സ്വഭാവം ഒരിക്കലും മാറ്റിയില്ല. ലൈഫിൽ എന്ത് മോശം സാഹചര്യം വന്നോട്ടെ, ഞാൻ എൻ്റെ ഈ സ്വഭാവം കൂടെ ഒരിക്കലും മാറ്റത്തില്ല എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ സാഹചര്യം എന്തെന്ന് വച്ചാൽ പുറത്തുള്ള ആൾക്കാർ നിങ്ങളെ വേദനിപ്പിച്ചാൽ നിങ്ങൾ വലിയ രീതിയിൽ എടുക്കത്തില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ, നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള നിങ്ങളുടെ അടുത്ത ആൾക്കാർ, നിങ്ങളെ മനസ്സിലാക്കുന്ന അടുത്ത ആൾക്കാർ, അവരുടെ ആ ഒരു ഭാഗത്തു നിന്ന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമം വരുന്നത്. അപ്പോൾ ഇവിടെ പുറത്തുള്ളവരോ അകത്തുള്ളവരോ ആരായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കൂടെ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യായം ഉറപ്പായിട്ടും യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവം നിങ്ങൾക്ക് നേരെ ചെയ്യുന്നതാണ്. നിങ്ങൾ സ്വയം അദ്ദേഹത്തിനോട് ചെയ്ത പ്രാർത്ഥനയാണിത്. അതായത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് ന്യായം കിട്ടണം, എൻ്റെ മേലെല്ലാവരും കുറ്റങ്ങൾ ആരോപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്വയം യൂണിവേഴ്സിനോട് നിങ്ങളുടെ ഇഷ്ടദൈവത്തിനോട് പറഞ്ഞ കാര്യമാണ്. അതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നേരെ ന്യായം ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും കോടതിയിൽ കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ വിജയിക്കും, സത്യം വിജയിക്കും. അപ്പോൾ നിങ്ങൾക്ക് നേരെ വലിയൊരു ജസ്റ്റിസ് ഉണ്ടാവാൻ പോകുകയാണ്. ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കുന്നതാണ് ഭയങ്കരമായിട്ട്. ഈ ഒരു ന്യായവും നിങ്ങൾക്ക് നേരെ ഉണ്ടാവാൻ പോകുകയാണ്. നിങ്ങൾ അങ്ങനെ എന്തോ ഒരു കാര്യം ചെയ്യും. അങ്ങനെ എന്തോ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർ നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രശംസിക്കും. അങ്ങനെ ഒരു എന്തോ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഡിവൈൻ ചെയ്യാൻ പോവുകയാണ്. ആ ഒരു ന്യായവും നിങ്ങൾക്ക് നേരെ ഉണ്ടാവാൻ പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ പാഠമാണ് പഠിക്കാൻ പറ്റിയത്, എന്തൊക്കെ വെല്ലുവിളികളാണ് നിങ്ങൾ നേരിട്ടത്, അതെല്ലാം മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു പാഠം ഉൾക്കൊണ്ട് ഇനിയെങ്കിലും മറ്റുള്ളവർ ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരുടെ കെണിയിൽ പോയി വീഴാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ലൈഫിൽ പഠിച്ച പാഠങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്ന ഒരു പാഠമുണ്ട്, ആരെയും അന്ധമായി വിശ്വസിക്കരുത്. കാരണം നിങ്ങൾക്ക് അങ്ങനെ അന്ധമായി വിശ്വസിച്ച് ഇമോഷണൽ വീണ് നിങ്ങൾ പല തെറ്റുകളിലും പോയി. പിന്നെ ഇങ്ങനെ ഉള്ള പാഠങ്ങൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യരുത്. ചിലപ്പോൾ അവർ നമ്മളെ ആ ഒരു കാര്യം വച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കും. ഇവർ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ പോയാൽ ഇവരെ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ വഴിയിൽ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ചില ഫ്രണ്ട്സുകളുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് നമ്മളെ ആ രീതിയിൽ അളന്നിട്ട് പിന്നെ നമ്മളെ എങ്ങനെ നമ്മളോട് സംസാരിച്ച് കാര്യങ്ങൾക്കുള്ളിൽ വീഴ്ത്താമെന്നുള്ള ഒരു ഒരു മനോഭാവം അവർക്കുണ്ടാവും. അങ്ങനെ നമ്മളെ കുഴിയിൽ കൊണ്ട് ചാടിക്കുന്ന ഫ്രണ്ട്സുകളും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കുറിച്ചുള്ള പല കാര്യങ്ങളും, സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ഫ്രണ്ട്സിനോടായാലും ആരോടായാലും ഷെയർ ചെയ്യാൻ പാടില്ല. നമുക്ക് വിശ്വാസമുണ്ട് എന്നുള്ള അവർക്ക് മാത്രം ഷെയർ ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞാലും നമുക്കൊരു കുഴപ്പവുമില്ല എന്ന് അത്രമാത്രം വിശ്വാസമുള്ള ആൾക്കാരോട് മാത്രം ഷെയർ ചെയ്യുക. ഈ ഒരു കാര്യവും നിങ്ങൾ മറ്റുള്ളവരോട് പറയും. കൂടാതെ നിങ്ങൾക്ക് ലൈഫിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്.
അപ്പോൾ ഈ ഒരു മൂമെൻറ്റിൽ നിങ്ങൾ വന്നതിന് ശേഷം, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച കഥകളെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യും. ഇനി നിങ്ങളുടെ ശബ്ദത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകും. വാണി ദോഷം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്കത് മാറി നിങ്ങളുടെ ആ ഒരു ശബ്ദം കേൾക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കും. വാണിദോഷം എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കും, പക്ഷെ അവർ എടുക്കുന്ന രീതി വേറെ രീതിയായിരിക്കും. അപ്പോൾ അവർക്ക് നിങ്ങളോട് ദേഷ്യം വരും. നിങ്ങൾ പറഞ്ഞത് അവർക്ക് മനസ്സിലാകാതെ നിങ്ങൾ തെറ്റാണ് പറഞ്ഞത്, ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് അവർ വേറെ രീതിയിൽ അതിനെടുക്കും. പക്ഷേ തെറ്റ് ആരുടെ ഭാഗത്താണ്? അവരുടെ ഭാഗത്ത്, നിങ്ങളുടെ ഭാഗത്തല്ല. അപ്പോൾ വാണിദോഷം കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾ മറ്റൊരാൾക്ക് നന്മ പറഞ്ഞു കൊടുത്താൽ അവർ എടുക്കുന്ന രീതി തെറ്റായിരിക്കും, നിങ്ങൾ പറഞ്ഞു കൊടുത്തത് ശരിയല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ദോഷം നിങ്ങൾക്ക് മാറുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരെ വളരെ ആത്മാർത്ഥമായിട്ട് അൺകണ്ടീഷണലായിട്ട് പല കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്ത് അവരെ സ്നേഹിച്ചു. ലാസ്റ്റ് അവർ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് എനിക്ക്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ വിഷമം എന്തായിരിക്കും? അതേ അവസ്ഥയിൽ കൂടെ നിങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ആവശ്യം ഉള്ള ആൾക്കാർ നിങ്ങളെ പ്രശംസിച്ചില്ല എങ്കിൽ പോലും നിങ്ങളെ അറിഞ്ഞുകൂടാത്ത പല വ്യക്തികളും ഇനി നിങ്ങളെ പ്രശംസിക്കും. വലിയ ഒരു വേദിയിലല്ല ഞാൻ പറയുന്നത്, ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നിങ്ങളെ പ്രശംസിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും നിങ്ങളിവിടെ ചുമ്മാ ഇരിക്കുകയാണ്, വീട്ടിൽ ഹൗസ് വൈഫ് ആയിരിക്കും, അങ്ങനെയൊക്കെ ഉള്ള നിങ്ങളെ ആര് പ്രശംസിക്കാനാണ്? അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സമയം ഉണ്ടാകും. അങ്ങനെ മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കും. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ എഴുതി വെച്ചോളൂ, ഉറപ്പായിട്ടും വരാൻ പോകുന്ന ദിവസങ്ങളിലോ സമയങ്ങളിലോ ഇത് സംഭവിച്ചിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യും, പക്ഷെ അതിൻ്റെ പ്രശംസ ലഭിക്കുന്നത് നിങ്ങൾക്കായിരിക്കും. അതും അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ ഉറപ്പായിട്ടും ജസ്റ്റിസ് നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. നിങ്ങളെ ആരോ ചതിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു ചതിയുടെ ഫലം ചതിയിലൂടെ തന്നെ കൊടുക്കും ദൈവം. ആ ഒരു ന്യായം ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു വ്യക്തി വലിയൊരു ടവർ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് നേരെ അയച്ചു. ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്തതായിരുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ അടുത്തതും അയച്ചു. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് ആ ഒരു ദൈവത്തിൻ്റെ ആശീർവാദവും ബ്ലെസ്സിങ്ങും നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ്. സാഹചര്യങ്ങൾ മാറുന്ന അനുസരിച്ച് പല ആൾക്കാരും ഓരോ മുഖങ്ങൾ നിങ്ങളോട് കാണിച്ചു. നിങ്ങൾക്ക് എല്ലാവരുടെയും നിറം മാറുന്നത് മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾക്കറിയാം ആരോട് എങ്ങനെ പെരുമാറണമെന്ന്. കാരണം ഒത്തിരി ആൾക്കാർ നിങ്ങളെ പറ്റിച്ചിട്ട് പോയി, ചതിച്ചിട്ട് പോയി, ആവശ്യമുള്ള സമയത്ത് സപ്പോർട്ട് ചെയ്യാതെ പോയി. കുറേ ആൾക്കാർ നിങ്ങളെ പുച്ഛിച്ചു, നിങ്ങളെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളിയിട്ടുണ്ട്. ഈ വ്യക്തി നിങ്ങളെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റിൽ കൊണ്ട് നിർത്തി. പക്ഷേ നിങ്ങൾ എന്താ ചെയ്ത്? നിങ്ങൾക്ക് ആ ഒരു ടേണിംഗ് പോയിന്റിൽ നിന്ന് ഒരു പാഠം പഠിച്ച് പുറത്തു വരുവാൻ സാധിച്ചു. ഇപ്പോൾ നിങ്ങൾക്കറിയാം ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കണ്ട എന്ന്, ആരെ കൂടെ നിർത്തണം, ആരെ കൂടെ നിർത്തണ്ട എന്നുള്ള പല കാര്യങ്ങളും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു ടവർ മൂവ്മെൻറ്റ് തന്നപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത്. ഈ കഴിഞ്ഞുപോയ നിമിഷങ്ങളിൽ നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഇനി നിങ്ങളെ മനസ്സിലാക്കും. പല പുതിയ മിത്രങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരും, നിങ്ങളോട് കൂടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനായിട്ട്. അവർ നിങ്ങളെ അതേ രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും. നിങ്ങൾ എങ്ങനെയാണോ ചിന്തിക്കുന്ന അതേ രീതിയിൽ ചിന്തിക്കുന്ന ഒരേ വേവ് ലെങ്ത് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവരും. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സക്സസ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സക്സസ്സും നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ലൈഫിൽ ഭയങ്കര സംഘർഷങ്ങൾ നിങ്ങൾ അനുഭവിക്കുകയാണ് എങ്കിൽ പറ്റുന്നവർക്ക് 3 കുട്ടികൾക്ക്, പാവപ്പെട്ട 3 കുട്ടികൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും 3 പെൻസിലോ അല്ലെങ്കിൽ അവർക്ക് 3 പേർക്ക് പഠിക്കാൻ ആവശ്യമായി പേനയോ പെൻസിലോ ഇറേസറോ ബുക്കോ എന്തെങ്കിലും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊടുക്കുക. അത് നല്ലതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സംഘർഷങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.